Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ ലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ടാർഗറ്റ് CUET 2024-ന്റെ ഭാഗമായിട്ട് പാർട്ട് എയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ജനറൽ അവയർനെസ് എന്നുള്ളത്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ജനറൽ നോളജും വരും, അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സും വരും. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നായിട്ട് മുൻ വർഷം, അതായത് 2023 CUET PGക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുക. സോ ഇതുപോലത്തെ സെഷൻസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പൊ ഈ സെഷൻ കൊണ്ട് എന്താ കാര്യം, ഇതേ ചോദ്യങ്ങൾ ആയിരിക്കില്ലല്ലോ വരുന്നതെന്ന് ഒരുപക്ഷെ ഈ സെഷൻ ആദ്യമായി കാണുന്നവർക്ക് ഒരു ചോദ്യം ഉണ്ടാവാം. മുൻപ് കാണുന്നവർക്ക് അറിയാം, നമ്മൾ ആ സെഷൻസിലൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. എവിടുന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. ബിക്കോസ് എന്ത് ചോദ്യം വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. ആകെ 5 ചോദ്യമാണ് വരിക. ആ 5 ചോദ്യത്തിൽ ഒരു 4 ചോദ്യം, അതായത് 16 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് തന്നെ, ബിക്കോസ് അത്രയും ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. സോ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 4 അല്ല, ചിലപ്പോൾ 5 തന്നെ കിട്ടിയേക്കും. പക്ഷെ വളരെ റാൻഡം ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറ്. എങ്കിൽ പോലും മുൻപത്തെ സെഷൻസ് ഒക്കെ പോയി കാണുക. വളരെ കോമൺ ആയിട്ട് വരുന്ന, ഇപ്പൊ സ്പോർട്സ് എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, മാച്ച് ദ ഫോളോയിങ്ങിൽ നാഷണൽ പാർക്സ് പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് സ്ഥിരമായി ചോദിച്ചു വരുന്നവയുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാം എന്നുള്ളതാണ് ഈ സെഷൻസിന്റെ ഏറ്റവും വലിയ ഉപയോഗം. അതുകൊണ്ട് തന്നെ ഒരു സെഷനും കാണാതെ പോകരുത്. കഷ്ടിച്ച് 10 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ദിവസം ചെലവാക്കേണ്ടതുള്ളൂ. ഇനി ഒരുമിച്ചിരുന്ന് കാണുകയാണെങ്കിൽ പോലും 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒരു പക്ഷെ പരിപാടി കഴിയും. അതുകൊണ്ട് എന്തായാലും സെഷൻ മൊത്തമായി തന്നെ കാണുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ഞങ്ങളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ഒരിക്കൽ കൂടെ ഡേറ്റ് വന്നിരിക്കുകയാണ് CUET PGയുടെ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് തോന്നുന്നു. മാർച്ചിൽ പരീക്ഷയുണ്ട്, പഴയ പോലെ ജൂണിലൊന്നും അല്ല. അതുകൊണ്ട് എത്ര പെട്ടെന്ന് പഠിച്ചു തുടങ്ങുന്ന അത്രയും നന്നായിരിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുമായിട്ട് UG+ ഇവിടെ അവൈലബിൾ ആണ്. 18ഓളം വിഷയങ്ങളിൽ ക്ലാസ്സുകളും നോട്ട്സും അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും കൂടെ മെന്റർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് UG+. ഇത് കൂടാതെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമും അതുപോലെ ഹാപ്പിനെസ് അംബാസഡർ എന്നുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് നിങ്ങളുടെ സേവനത്തിനായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ സൈക്കോളജിസ്റ്റിന്റെ സേവനവും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മളിവിടെ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്നതാണ്. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിളിക്കുക, സംസാരിക്കുക, എന്നിട്ട് ഒരു പാക്കേജിന്റെ ഭാഗമാവുക. സോ ദാറ്റ് നിങ്ങൾ CUET PG വരുമ്പോഴേക്കും നല്ലപോലെ തയ്യാറാവുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് തുടങ്ങുക. ഇനി ഒട്ടും സമയം കളയാനല്ല, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം: വിച്ച് ഓഫ് ദ വേദാസ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് എ മെലോഡിക് ഫോമാറ്റ് ഓർ വേഴ്സസ് സച്ച് ആസ് ലിറിക്കൽ കമ്പോസിഷൻ? അപ്പൊ വേദങ്ങളിൽ കുറച്ചുകൂടെ നമ്മൾ ഈ ഭക്തിഗാനമൊക്കെ ആക്കി വേണമെങ്കിൽ പാടാൻ പറ്റുന്ന, അതുപോലെ വരികളാക്കി വെച്ചിട്ടുള്ള ഏത് വേദയാണെന്നുള്ളതാണ് ചോദ്യം. ആസ് ഇൻ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആസ് ഇൻ വളരെ നമ്മൾ വേദാസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ വേദങ്ങളെ പറ്റിയും ഡിഫറെന്റ് പോയിന്റ്സ് നമ്മൾ പഠിക്കും. അപ്പൊ അതിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണിത്. അപ്പൊ ഈ മെലോഡിക് ഫോമാറ്റ് അല്ലെങ്കിൽ വേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരികൾ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അപ്പം ഭക്തിഗാനം പാടുമ്പോൾ എപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന 2 വരികളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുന്ന വേദ ഏതാന്നുള്ളതാണ് ചോദ്യം. യജുർവേദ, സാമവേദ, അഥർവവേദ, ഋഗ്വേദ. അത് ആക്ച്വലി അത്യാവശ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒരു 2 സെക്കൻഡ്സ് തരാം, നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. അപ്പൊ യജുർവേദയില് പ്രധാനമായിട്ടും റിച്വൽസിന് ആവശ്യമായിട്ടുള്ള വേഴ്സുകളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, റിച്വലിന് ആവശ്യമായിട്ടുള്ള. ഇനി ഋഗ്വേദ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദങ്ങളിൽ തന്നെ ഏറ്റവും വലിയ വേദയാണ്, ഏറ്റവും ലാർജസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അഥർവ വേദ എന്ന് പറയുമ്പോഴേക്കും ഇതില് കുറെ കൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ പറ്റി, അതുപോലെ വാർഫെയറിനെ പറ്റി, നമ്മുടെ ഹാപ്പിനെസിനെ പറ്റിയൊക്കെ തന്നെ പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്ത് പോകുന്ന ഒരു കാര്യമായിട്ട്, വളരെ ജനറൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിനൊക്കെ തന്നെ 2 മിനിറ്റിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ആൻഡ് ഈ വട്ടം അല്ലെങ്കിൽ കഴിഞ്ഞൊരു വട്ടം തൊട്ട് തന്നെ വേദാസ് ഒക്കെ അത്യാവശ്യം ഒരു ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട്. വേദാസ്, അതുപോലെ ഉപനിഷത്ത്. പക്ഷെ ഇതൊന്നും നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റില്ല. ആൻഡ് ഇതൊന്നും എന്തായാലും ചോദ്യം വരുന്നു പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നത്തെ CET-കളിലൊക്കെ പൊതുവേ ചോദ്യം കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും. സോ ഈ 3 എണ്ണം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആകെ ബാക്കിയുള്ള ഏതാണ്? ഓപ്ഷൻ 2 സാമവേദയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം.
വിച്ച് ഹൈഡ്രോകാർബൺസ് ആർ ദി മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് LPG എന്നാണ് പറയുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാകും കേട്ടോ, അത് അധികം മൈൻഡ് ചെയ്യണ്ട, ആൻസർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ LPGയുടെ പ്രധാനപ്പെട്ട കമ്പോണൻസിൽ എന്താണ് LPG കൺസിസ്റ്റ് ചെയ്യുന്നത്, അതിൽ പ്രധാനപ്പെട്ട ഹൈഡ്രോകാർബൺസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഹൈഡ്രോകാർബൺസ് ആർ ദി മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് LPG? LPGയിലെ പ്രധാനപ്പെട്ട ഹൈഡ്രോകാർബൺ കോൺസ്റ്റിറ്റ്യുവൻസ് എന്താണ്? മീഥൈൻ ആണോ, മീഥൈൻ ആൻഡ് ഈഥൈൻ ആണോ, പ്രൊപ്പേൻ ആൻഡ് ബെൻസൈൻ ആണോ, പ്രൊപ്പേൻ ആൻഡ് ഈഥൈൻ ആണോ? അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ബൂട്ടൈൻ ആണ്. ഓക്കെ, അപ്പൊ ബൂട്ടൈൻ ഇവിടെ കൊടുത്തിട്ടില്ല. ബൂട്ടൈൻ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 4 കോൺസ്റ്റിറ്റ്യുവൻസ് കൂടെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ 4 ടൈപ്പ് ഓഫ് ഹൈഡ്രോകാർബൺസ് കൂടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഹൈഡ്രോകാർബൺസ് വെച്ച് കഴിഞ്ഞാല് ഒരു 3-4 കാർബൺ ആറ്റംസ് ചേർന്നിരിക്കുന്നവയാണ് നമ്മുടെ LPGക്കകത്തുള്ളത്. ഓക്കെ, സോ ഇവിടെ പ്രൊപ്പൈൻ ഉണ്ട്, പ്രൊപ്പൈൻ C3H8 ആണ്. അതിന്റെ ഒപ്പം ബാക്കി കമ്പോണൻസിൽ ഉള്ളത് നൈട്രജൻ, അത് പക്ഷെ ഓപ്ഷനിൽ ഇല്ല അല്ലെ. അതുപോലെ മീഥൈൻ, മീഥൈൻ ഒരു കമ്പോണന്റ് ആണ്, പക്ഷെ മീഥൈൻ മാത്രമല്ല, ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ കമ്പോണൻസ് ഉണ്ട്. നൈട്രജൻ ഉണ്ട്, മീഥൈൻ ഉണ്ട്, പ്രൊപ്പൈൻ ഉണ്ട്, പിന്നെ ഈഥൈനും ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. പ്രൊപ്പൈനും ഉണ്ട്, ഈഥൈനും ഉണ്ട്, അതുപോലെ തന്നെ മീഥൈനും ഉണ്ട്, ഈഥൈനും ഉണ്ട്. ആൻഡ് ഇവിടെ 2 ആൻസർ നമുക്ക് കൊടുക്കാം. ഈ 2 ആൻസർ കൊടുത്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ബിക്കോസ് ഇത് 4ഉം LPGയുടെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസ് ആണെന്ന് വേണ്ടി പറയാം, അല്ലെ LPGക്ക് അകത്തുള്ള 4 കോൺസ്റ്റിറ്റ്യുവൻസ് ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് ഇതിൽ കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ടുള്ള പറയുകയാണെങ്കിൽ, അതായത് കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊപ്പൈൻ തന്നെയാണ്, കാരണം പ്രൊപ്പൈൻ കുറച്ചുകൂടെ അധികമായിട്ടുണ്ടാവുമെന്ന് കണക്കാക്കാം. സോ നമുക്കിവിടെ ഒറ്റ ഉത്തരമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓപ്ഷൻ 4 ആയിരിക്കണം. ഇനി ഓപ്ഷൻ 2 മാർക്ക് ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് തന്നെ എപ്പോഴും എടുത്ത് എഴുതാൻ ശ്രമിക്കുക. സോപ്പ് ബബിൾ അറ്റൈൻസ് സ്ഫെറിക്കൽ ഷേപ്പ് ഡ്യൂ ടു. അപ്പോൾ സോപ്പ് ബബിളിന് റൗണ്ട് ഷേപ്പ് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. ഇനേർഷ്യ ആണോ, പ്രഷർ ആണോ, സർഫസ് ടെൻഷൻ ആണോ, വിസ്കോസിറ്റി ആണോ? ഇത് നല്ല രസകരമായിട്ടുള്ള ചോദ്യമാണ് അല്ലെ. അപ്പൊ ഇത് പ്രധാനമായിട്ട് ഉദ്ദേശം അതിന്റെ ഫിസിക്കൽ ഏരിയ അത്രയും റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇനേർഷ്യ മൂലമാണോ, പ്രഷർ മൂലമാണോ, സർഫസ് ടെൻഷൻ മൂലമാണോ, വിസ്കോസിറ്റി മൂലമാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? അട്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ടെൻഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെ. അപ്പൊ അത് മൂലമാണ് ഇത് ചുരുങ്ങി ചുരുങ്ങി കോൺട്രാക്ട് ചെയ്തിട്ട് ഈ ഫിസിക്കൽ ഏരിയ എത്രയും മിനിമം ആവുന്നത്. വിച്ച് മീൻസ് സോപ്പ് ബബിൾ സ്ഫെറിക്കൽ ഷേപ്പ് ആവാൻ കാരണം ഓപ്ഷൻ 3 സർഫസ് ടെൻഷൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഇത് നോക്കുക, ഇത് ബേസിക് സയൻസ് ആണ് ചോദ്യം. ഓക്കെ, ഇത് ബേസിക് സയൻസ് ആണ്, കഴിഞ്ഞതും ബേസിക് സയൻസ് ആണ്. അപ്പൊ ബേസിക് സയൻസ് കവർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആദ്യം തന്നെ ഓർക്കുക. ബേസിക് സയൻസ് എന്തായാലും നിങ്ങൾ ഗോ ത്രൂ ചെയ്തേ മതിയാവും. ക്ലാസ്സസ് ഒക്കെ UG+ അവൈലബിൾ ആണ്. ഇനി ചേരുമ്പടി ചേർക്കാൻ, ഇത് ഒരു 5 ചോദ്യത്തിൽ എന്തായാലും ഒരു ചോദ്യം അല്ല ചിലപ്പോൾ 2 ചോദ്യം വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും. അതിൽ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ നാഷണൽ പാർക്സ് ആയിരിക്കാം, ചിലപ്പോൾ ഡാൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഫുഡ് ആയിരിക്കാം, ചിലപ്പോൾ ലാംഗ്വേജ് ആയിരിക്കാം, ചിലപ്പോൾ കറൻസി ആയിരിക്കാം. ഈ വട്ടം കൊടുത്തിരിക്കുന്നത് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അതുപോലെ അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്. ആൻഡ് ഇതും ഈ വട്ടം ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. യുനാനിയെ പറ്റി ഒന്നും ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നില്ല ഒരു പരീക്ഷയിലും ചോദ്യം ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. അതുപോലെ സിദ്ധ, ഹോമിയോപ്പതി ഒക്കെ മേ ബി ഉണ്ടായിരിക്കാം, ആയുർവേദ മേ ബി ഉണ്ടായിരിക്കാം. പക്ഷെ സിദ്ധ, യുനാനി ഒക്കെ വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്നൊക്കെ പറയാം. അപ്പൊ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വട്ടം പോണ്ട. വേറെ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു മേ ബി നമ്മുടെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ അവർ ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത് ഗവൺമെന്റ് ആണെങ്കിൽ തന്നെയും കുറെ കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നമുക്ക് അറിയാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പൊതുവെ വരാറ്. ആസിൻ RBI, അതുപോലെ IISc, ഇനി അതുപോലെ മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാറുണ്ടായിരുന്നു. കോവിഡിന്റെ ഇടയ്ക്കൊക്കെ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിച്ചു വരുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി എവിടെയാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ എവിടെയാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ മെഡിസിൻ എവിടെയാണ്? അപ്പൊ ഇതില് നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഒബ്വിയസ്ലി. ആൻഡ് അല്ലാതെ ഇതിൽ വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. കറക്റ്റ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടുകയുള്ളൂ. ഗസ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ അവിടെ തരുന്നില്ല അവര്. ബിക്കോസ് ഇതിന്റെ ഉദ്ഭവസ്ഥാനം എന്നൊന്നും പറഞ്ഞിട്ടല്ല ഇവരൊരിക്കലും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ചിരിക്കുന്നത്, അല്ലെ ലൊക്കേഷൻ വെച്ചിരിക്കുന്നത്. സോ ഇവിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എന്ന് പറയുന്നത് ചെന്നൈ ബേസ്ഡ് ആണ്. ഓക്കെ, അതുപോലെ
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ. അപ്പൊ ഇവിടെ ഇതറിയാമെങ്കിൽ, ഈ ഒരു ഡി ഓപ്ഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് വന്ന് നോക്കാം. D1 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്, 3 ഉണ്ട് 4 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കി 2 നമുക്ക് കട്ട് ചെയ്യാം. ബിക്കോസ് D1 ആണ്, ഷുവർ ആണ്, പക്ഷെ എങ്കിലും 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ചാൻസ് അവിടെ 50-50 ആയി. ഇനി നോക്കൂ, ഒന്നുകൂടെ നോക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, ആയുർവേദ ഉണ്ട്. അപ്പൊ ഇതിൽ ഒരുപക്ഷെ ചിലർക്ക് ആയുർവേദ അറിയുകയുണ്ടാവും, പക്ഷെ ആയുർവേദ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ബിക്കോസ് ഇതിൽ രണ്ടിലും A4 വരുന്നുണ്ട്. വിച്ച് മീൻസ് എന്തായാലും ആയുർവേദ ജയ്പൂർ ആണെന്നുള്ള ഉറപ്പാണ്. പക്ഷെ നമ്മുടെ ഉത്തരത്തിന് അത് ഒരിക്കലും ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഇപ്പൊ ആയുർവേദ ജയ്പൂർ ആണെന്ന് അറിഞ്ഞാലും നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻസിലേക്ക് വരാം. ഇനിയിപ്പോ സിദ്ധ ചെന്നൈ ആണെന്ന് അറിഞ്ഞാലും നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻസിലേക്ക് വരാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഹോമിയോപ്പതി അറിയണം, അല്ലെങ്കിൽ യുനാനി അറിയണം. അപ്പൊ ഇത് നിങ്ങൾക്ക് അങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്തുകൊണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. നിങ്ങൾക്ക് അറിയുന്ന ഒരൊറ്റ ഓപ്ഷൻ വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രമേ ഒരുപക്ഷെ കറക്റ്റ് ആയിട്ടും ബാക്കിയുള്ളതൊക്കെ തെറ്റിച്ചും, അല്ലെ ബാക്കി 3 ക്വസ്റ്റ്യനിലും 2ഉം നിങ്ങൾക്ക് അറിയാവുന്ന 1 കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ 1 ചിലപ്പോൾ 3ാമത്തെ 4ാമത്തെ ഓപ്ഷനിലൊക്കെ ആയിട്ട് വന്നെന്നിരിക്കും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അതായത് 1, 2, 3, 4. അപ്പൊ ഇതില് നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നുമില്ല. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നുമില്ല, ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നുമില്ല. പക്ഷെ 4 നിങ്ങൾക്ക് A ആണെന്ന് അറിയാം, അങ്ങനെ കരുതുക. സോ ഈ 4 നിങ്ങൾക്ക് A ആണെന്ന് അറിയുമ്പോൾ താഴെയുള്ള ഓപ്ഷൻസ് വരുമ്പം, ഓക്കെ, താഴെയുള്ള ഓപ്ഷൻസ് വരുമ്പം അതിൽ ചിലപ്പോൾ ഒറ്റ ഓപ്ഷനിൽ ഈ 4A ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നിട്ടുണ്ട്, അത്രയും ഡിഫറെന്റ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ 4A ആണെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചോദ്യം കണ്ട ഉടനെ എനിക്ക് അറിയാത്ത 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഞാൻ ഇതിനെ പറ്റിയേ കേട്ടിട്ടുള്ളൂ എന്ന് കരുതി സ്കിപ്പ് ചെയ്യാതിരിക്കുക. കുറച്ച് ശ്രമിക്കുക. കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ രീതിയിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഓപ്ഷൻസ് എങ്കിലും കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ അറിയാലോ, ശരിയുത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് -1 ആണ്. അതുകൊണ്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഒക്കെ ഒരു സമയമാണെങ്കിൽ ലേശം റിസ്ക് എടുത്തിട്ടും ചെയ്യാൻ പറ്റും. ബിക്കോസ് 2 എണ്ണത്തിൽ 1 ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാമെങ്കിൽ വേണമെങ്കിൽ ഒരു ട്രൈ ചെയ്താലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ എല്ലാം ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങളുടെ ഓപ്ഷൻ ആണ്, ഞാൻ സജസ്റ്റ് ചെയ്തത് മാത്രം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? യുനാനി മെഡിസിൻ ബാംഗ്ലൂരു ആണ്, C2 ആണ്. അപ്പൊ C2 വരുന്നത് ഇവിടെ ഓപ്ഷൻ 3യിലാണ്. ഹെൻസ് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. ദ ഇന്ത്യൻ എക്കണോമി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. ഇത് നമ്മുടെ കൊളോണിയൽ ഹിസ്റ്ററി ഒക്കെ നമ്മൾ പഠിക്കണം. കൊളോണിയൽ ഹിസ്റ്ററി മാത്രമല്ല, ഇന്ത്യൻ എക്കണോമി എന്നും പറയാം. 2 പഠിച്ചാലും ഇതിനെപ്പറ്റി ഒരു മിനിമം ധാരണയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും. ഇന്ത്യൻ എക്കണോമിയുടെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്രീഡോമിനൻസ് ഓഫ് അഗ്രികൾച്ചർ, പ്രീഡോമിനൻസ് ഓഫ് ഇൻഡസ്ട്രി, ലോ പെർ ക്യാപിറ്റ ഇൻകം, മാസീവ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നല്ല. താഴെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? A and B, A, B and C, B, C and D, A, C and D. ആൻഡ് ഇത് വളരെ ഈസി ആയുള്ള ക്വസ്റ്റൻ ആണ്. വൈ സോ? നമ്മളെല്ലാം ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ ഒരു കർഷക രാജ്യമാണ്, അല്ലെ കാർഷിക രാജ്യമാണെന്നുള്ളത് നമ്മൾ പഠിക്കാറുണ്ട്. അതൊരു കാര്യം. ആൻഡ് അതിനോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെ പോയാലും ഇതിന്റെ ഒപ്പം കൂടെ കൂട്ടാൻ പറ്റാത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? പ്രീഡോമിനൻസ് ഓഫ് ഇൻഡസ്ട്രി. നമുക്ക് നാട്ടിൽ ഇൻഡസ്ട്രി വരാൻ തുടങ്ങിയ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് നമുക്ക് ആവശ്യമായുള്ള ഇൻഡസ്ട്രീസ്. അല്ലാതെ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായുള്ള ഇൻഡസ്ട്രീസ് ഇവിടെ തുടങ്ങുക, അത് ചൂഷണത്തിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതിയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത്. സോ ഇവിടെ ഇൻഡസ്ട്രിയുടെ ഒരു പ്രീഡോമിനൻസ് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ആൻഡ് ഈ B മാത്രം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ആൻസർ കിട്ടും. നോക്കുക കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പ്രീഡോമിനൻസ് ഓഫ് ഇൻഡസ്ട്രി ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഇവിടെ B വരുന്നുണ്ട്, സോ ഇതല്ല. ഇവിടെ B വരുന്നുണ്ട്, ഇതല്ല. ഇവിടെ B വരുന്നുണ്ട്. അങ്ങനെ B വരാത്ത ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇത് വരില്ല അല്ല, ഇതല്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയുകയും ചെയ്യാം. സോ ഇവിടെ ഒറ്റ പോസിബിൾ ആൻസറേ ഉള്ളൂ, വിച്ച് ഈസ് A, C and D. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ടും അതുപോലെ കുറച്ച് ഡിഡക്ഷനിലായി യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ അതിനും ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇപ്പൊ പ്രീഡോമിനൻസ് ഓഫ് ഇൻഡസ്ട്രി അല്ല എന്നുള്ള അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഉത്തരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ ചോദ്യം ഒഴിവാക്കി അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ ഓരോ മാർക്കും CUET PG ആകുമ്പോഴേക്കും, കഴിഞ്ഞ വർഷം 4.5 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ്, ഇമ്പോർട്ടന്റ് ആണ്. PGക്ക് ഒരു സീറ്റ് കിട്ടുക എന്നുള്ള അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റിസ്കിലേക്ക് പോകുന്നതിൽ നല്ലത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വളരെ സെറ്റിൽ ആയിട്ട് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നതായിരിക്കും. സോ ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. തുടർന്ന് ഇതുപോലത്തെ സെഷൻസ് ലഭിക്കുന്നതിനായിട്ട് ഒരിക്കൽ കൂടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അപ്ഡേറ്റ്സിനായിട്ടും ഇതുപോലത്തെ സെഷൻസിനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സമയാസമയം വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട്. അതിന്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക.
ഇനി UG+നെ പറ്റി കൂടുതൽ അറിയാൻ, അതുപോലെ തന്നെ UG+ന്റെ മെറ്റീരിയൽസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് അക്കാഡമിക് കൗൺസിലിന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ദയവായി അവരെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് സമയമില്ല, കഷ്ടിച്ച് 5 മാസമേ ഉള്ളൂ. അതിനിടയിലൂടെ നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും ഡിഗ്രി ഫൈനൽ ഇയർ പ്രൊജക്ട് ഒക്കെ തന്നെ ചെയ്യാനും ഉണ്ടാവും. സോ വൈകരുത്, എത്രയും പെട്ടെന്ന് തുടങ്ങുക. സെൽഫായിട്ടാണെങ്കിലും കോച്ചിങ് എടുത്തിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അത്രയും നന്നായിരിക്കും. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.